ഹായ് കേരറ്റ് ജയ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2026 ഇന്ത്യൻ ആർമി റാലിയിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഡൗട്ടാണ് വേക്കൻസി എത്രയാണ്, എക്സാം ഡേറ്റ് എപ്പോൾ ആയിരിക്കും എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. നിങ്ങൾ ഏതൊരു ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും അതിൽ വേക്കൻസി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. കട്ട് ഓഫ് എത്രയായിരിക്കും വരാൻ പോകുന്നത്, കോമ്പറ്റീഷൻ എത്രയാണ് ആ ഒരു എക്സാമിന്, അതേപോലെ തന്നെ എങ്ങനെ ഞാൻ പ്രിപ്പറേഷൻ ചെയ്യണം, എക്സാം ഡേറ്റ് എപ്പോഴാണ്, അതിനനുസരിച്ച് എൻ്റെ കയ്യിൽ എത്ര ദിവസം ഇനിയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സ്മാർട്ട് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ കൂടി എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളൊരു ഡിഫൻസ് ജോൺ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ള കുട്ടികളെ, 2022 അഗ്നിവീർ സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. വേക്കൻസി എത്രയാണോ വരുന്നത്, അതായത് ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ മാത്രമല്ല അപ്ഡേറ്റ് ചെയ്യുന്നത്, ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് വേക്കൻസി അപ്ഡേറ്റ് ഔട്ട് ആകുമ്പോൾ തന്നെ അതിനകത്ത് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ആഡാണ് വരുന്നത്. അതിൽ 70 to 90% വേക്കൻസിയും വരുന്നത് ആർമിയുടെയാണ്. വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമാണ് നേവിക്കും എയർഫോഴ്സിനും വേക്കൻസി ഉള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു 40,000 വേക്കൻസി ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ 35,000 വേക്കൻസിയും ആർമിക്കായിരിക്കും. ബാക്കി 5,000 മാത്രമാണ് എയർഫോഴ്സ് ആൻഡ് നേവിക്ക് വരാറുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ കൂടുതലും വരാറുണ്ട്. പക്ഷേ എന്നാലും ആൾമോസ്റ്റ് 70 to 90% എന്താണ് ആർമിക്ക് തന്നെയാണ്. ബാക്കി വേക്കൻസിയാണ് എയർഫോഴ്സ് ആൻഡ് നേവിക്ക് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം വേക്കൻസി എത്രയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുട്ടികളെ, 2026 ഇന്ത്യൻ ആർമിയുടെ വേക്കൻസി എത്രയാണ് വരാൻ പോകുന്നത്, ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ നോക്കിയാൽ അവിടെ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. MD ആയിരിക്കും വേക്കൻസിയുടെ കാര്യത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ന്യൂസ് പേപ്പറിൽ കൂടി ഇതിൻ്റെ അപ്ഡേറ്റ് ഡിഫൻസ് മിനിസ്ട്രി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അവർ ഔട്ട് ചെയ്യാറുണ്ട്. ഇത്രയാണ് ഇനി വേക്കൻസി വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. മലയാളത്തിലെ ഒരു ന്യൂസ് പേപ്പറിൽ ഇതുവരെ വന്നിട്ടില്ല. നോക്കൂ കുട്ടികളെ, ഇന്ത്യൻ ആർമിയിൽ അറൗണ്ട്ലി 1 lakh വേക്കൻസി എല്ലാ വർഷവും പെൻഡിങ് ആണ്. അതായത് 1 lakh വേക്കൻസി ഉണ്ട്. ഇനി 1 lakh സീറ്റ് അവിടെ ഫുൾഫില്ല് ചെയ്യണം. അത്രയും വേക്കൻസി ഉണ്ടെന്നാണ് ന്യൂസ് പേപ്പറിൽ കൂടി ഔട്ട് ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 2 രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കാണാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറൗണ്ട്ലി 13.50 lakh ഷിപ്പായി റാങ്കിൽ സോൾജേഴ്സിന്റെ വേക്കൻസി കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഓഫീസർ റാങ്കിലാണെന്നുണ്ടെങ്കിൽ 9,000 ഓഫീസറിന്റെ വേക്കൻസിയും കാലിയാണ്. അപ്പോൾ ഇത്രയും വേക്കൻസി ഇന്ത്യൻ ആർമിയിലുണ്ട്. ഇത്രയും എന്തായാലും ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് എല്ലാം ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്ത് വരികയാണ്. ഓഫീസറിന്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ പല രീതിയിലുള്ള ടെസ്റ്റും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വർഷം പോലും നല്ല രീതിയിൽ ഓഫീസേഴ്സിന്റെ ഫുൾ വേക്കൻസി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തല്ല. NDAയിൽ ഇപ്പോൾ തന്നെ 400 അല്ലെങ്കിൽ 500 വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ NDA ബാച്ച് ഔട്ട് ആകുമ്പോൾ തന്നെ അത്രയും സീറ്റിലേക്ക് പോലും കുട്ടികളെ കിട്ടത്തില്ല. മനസ്സിലായി? പക്ഷേ നോർമൽ റാലിയിലേക്ക് അങ്ങനല്ല. പരമാവധി എന്താണ് അവർ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. എത്ര സീറ്റാണ് ഉള്ളത് അത്രയും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും 2026 വേക്കൻസി അപ്ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട്ലി 1 lakh പ്ലസ് വേക്കൻസി. എത്രയാണ്? 1 lakh പ്ലസ് വേക്കൻസി. ഈ 1 lakh പ്ലസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പം 2025 TVM എയറോടെ തന്നെ 3 ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് വന്നത്. അതേപോലെ തന്നെ ഒരു അഡീഷണൽ ലിസ്റ്റും വന്നു. മുൻ വർഷങ്ങളിൽ 450-നും 600-നും ഇടയിൽ കുട്ടികൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഈ തവണ മുതൽ അതിൻ്റെ അറൗണ്ട്ലി 50% കൂടി എക്സ്ട്രാ ആയിരിക്കുകയാണ്. അതായത് 750, 800 കേഡറ്റിന് അടുത്ത് വരെ കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിന് പോകാൻ പോവുകയാണ്. ഇനി അടുത്ത വർഷം എന്തായാലും ഇതിനെക്കാട്ടിയും കൂടുതൽ ഓരോ ARIയിൽ നിന്ന് ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും. ടോട്ടൽ ഇന്ത്യയിൽ തന്നെ ARO എന്ന് പറഞ്ഞാൽ 72+1 ARI ആണുള്ളത്. അപ്പോൾ ഇത്രയും ARIയുടെ സ്ട്രെങ്ത് എടുത്താൽ തന്നെ നിങ്ങൾക്കറിയാം അറൗണ്ട്ലി അതിനടുത്ത് വരുന്നുണ്ട്. ചില സ്റ്റേറ്റിലൊക്കെ, നമ്മുടെ കേരളത്തിൽ 2 ARO, ചില സ്റ്റേറ്റിലേക്ക് ഇതിൽ കൂടുതൽ AROs ഉണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ പോപ്പുലേഷൻ എത്രയാണ് ആ ഒരു സ്റ്റേറ്റിൽ, അതനുസരിച്ച് AROയുടെ കൗണ്ടും വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പം മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് അനുസരിച്ച് ഈ വർഷം കൂടുതലും കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നുണ്ട്. TVM എയറുടെ ഒരു ബാച്ച് അല്ല 3 ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് വന്നത്. ആൾറെഡി 1 ജനുവരിയിൽ ട്രെയിനിങ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനിയും ബാച്ച് പോകാൻ കിടക്കുകയാണ് കാലിക്കറ്റ് ARO. അവരുടേത് 1 ജൂലൈയിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇപ്പോൾ അഡീഷണൽ ലിസ്റ്റിൽ വന്ന കുട്ടികളും അതേപോലെ തന്നെ കാലിക്കറ്റ് AROയിൽ അഡീഷണൽ ലിസ്റ്റിൽ വന്ന കുട്ടികളും ഫസ്റ്റ് ബാച്ചിൽ വന്ന കുട്ടികളും ട്രെയിനിങ്ങിന് പോകുന്ന 1 ജൂലൈയിലാണ്. അപ്പോൾ വേക്കൻസി അത്രയ്ക്ക് വന്നിട്ടുണ്ട്. അഗ്നിവീർ വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 40,000 വേക്കൻസി ആയിരുന്നു. പിന്നെ അത് 60,000 വേക്കൻസിയായി ഇൻക്രീസ് ആയിരുന്നു. മനസ്സിലായോ? ഇപ്പം 2026 സെപ്റ്റംബർ എൻഡ് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് അഗ്നിവീർ ബാച്ചിൽ 25% കേഡറ്റ്സ് ഔട്ട് ആവുന്നതായിരിക്കും. 75% പെർമനന്റ് ആകുമെന്നാണ് പറയുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച്. കേട്ടോ കുട്ടികളെ, ഈ 25% ഔട്ട് ആവുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അതിപ്പം പാരാമിലിറ്ററിലാണെങ്കിലും ഡൽഹി പോലീസിലാണെങ്കിലും. ഡൽഹി പോലീസിന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്രയാണ്? അറൗണ്ട്ലി 1 lakh പ്ലസ് വേക്കൻസിയാണ് ഈ തവണ വന്നിരിക്കുന്നത്. നല്ലപോലെ നിങ്ങൾ തയ്യാറെടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എക്സാം എപ്പോൾ
എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. പരീക്ഷ ജൂണിലാണോ അതോ ജൂലൈയിലാണോ? ഇത് മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. ഡൗട്ടിനുള്ള പോയിന്റും ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, 2025 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2025 അപ്ഡേറ്റ് ആണ്. 2025 മാർച്ച് 2nd വീക്കിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ എക്സാം ഡേറ്റ് ഇവർ ടെൻറ്ററ്റീവ് എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജൂൺ എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിരുന്നത്. എപ്പോൾ നടക്കുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു നോട്ടിഫിക്കേഷനിൽ. എക്സാം ഡേറ്റ് വന്നത് എപ്പോഴാണ്? 2025. 2025 എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ടായത് ജൂൺ 16 മുതലാണ്. എക്സാം സ്റ്റാർട്ടായത് ജൂൺ 30 ആണ്. എന്നാണ് ജൂൺ 30 എക്സാം സ്റ്റാർട്ടായി. ജൂലൈ 10 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആദ്യം എക്സാം വന്നത് GD ആയിരുന്നു, പിന്നെ ട്രേഡ്സ്മാൻ്റെത് ടെക് ട്രേഡ്സ്മാൻ, പിന്നെ WMB ടെക് തന്നെ, പിന്നെ ഹവിൽദാർ എഡ്യൂക്കേഷൻ, ഷിപ്പായി ഫാർമ, ഇതേ രീതിയിലായിരുന്നു എക്സാം എന്നാണ്. മനസ്സിലായോ? അപ്പോൾ 2026 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ, ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ് എക്സാം ഇതേ രീതിയിൽ ജൂലൈയിലായിരിക്കുമോ? അല്ല, അതിനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം ഈ തവണ നോട്ടിഫിക്കേഷൻ അത് വളരെ ക്ലിയർ ആയിട്ട് എക്സാം ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ സൈറ്റിൽ കൂടി ഇൻഫോം ചെയ്യുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 2 ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ ഫോം ഫില്ലിങ്ങിൻ്റെ കൗണ്ട് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ എക്സാം ഡേറ്റ് നീട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്ക് ജൂൺ 1 പകരം ജൂൺ 30 അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ഫോം ഫില്ലിംഗ് ഡേറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾ എക്സാം ഡേറ്റ് ഏതായിട്ട് കരുതണം? ജൂൺ 1st വീക്ക്. നോട്ടിഫിക്കേഷൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് എക്സാം 1st ജൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1st ജൂൺ മുതൽ 15th ജൂൺ. ആ ഒരു പേപ്പർ ഇവിടെ വെച്ചിട്ടില്ല നമ്മൾ, അതായത് നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു കട്ടിങ് ഇവിടെ വെച്ചിട്ടില്ല. ഇതിന് താഴെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1st ജൂൺ ടു 15th ജൂൺ. പക്ഷേ അതിൻ്റെ ബ്രാക്കറ്റിൽ ടെൻറ്ററ്റീവ് എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അതായത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും വരാൻ പോകുന്നത്? വ്യത്യാസം ഓൺലി വരാൻ പോകുന്നത് കുട്ടികളെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും. അതായത് ഫോം ഫില്ലിംഗ് കൂടുതലാണെങ്കിൽ, ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആയാൽ എങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് ഈ ഒരു ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിരിക്കണം. ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കും. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. GD, അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ, OA, ടെക്, NA എല്ലാത്തിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ നോക്കൂ കുട്ടികളെ, GDയുടെ 50 മോക്ക് ടെസ്റ്റ്, NAയുടെ 50, ട്രേഡ്സ്മാൻ 50, ടെക് 20, ക്ലർക്ക് 20, WMB 50 ഇത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ബാച്ചിൻ്റെ പേരാണ് കമാൻഡോ ബാച്ച്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാവുന്നതാണ്. എക്സാമിന് മുന്നേ തന്നെ എല്ലാ സിലബസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഫൈനൽ റിവിഷന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ലാസ്സുകൾ ഇപ്പോൾ റണ്ണിങ്ങിലാണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും 2 to 3 ചാപ്റ്റേഴ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടൈം നല്ലപോലെ നമ്മുടെ കയ്യിലുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം, പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. ഫൈനലി കുട്ടികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് അറിയാനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിൽ ഏതെങ്കിലും ട്രെയിനിങ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.